ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കിൾസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്ന വഴിക്ക്, നമ്മൾ മെയിൻ റോഡിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫെസ്റ്റ് കണ്ടല്ലേ, ശാന്തിഗിരി ഫെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ശാന്തിഗിരി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കയറിയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോയും കൂടെയാണ്. ശാന്തിഗിരി ഫെസ്റ്റിന്റെ 3ാം പതിപ്പാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് ശാന്തിഗിരി ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം ഒരു 6-7 ഒരാഴ്ചയോളം ആയെന്ന് തോന്നുന്നു ഫെസ്റ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മാസത്തോളം ഉണ്ട്. വരാത്ത കൂട്ടുകാരൊക്കെ വന്ന് കയറണം കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഒരു മാസം ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടിയൊന്നും ഇടാനുള്ള റോഡ് സൈഡിലൊന്നും സ്ഥലമില്ല. പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഏകദേശം 3 പാർക്കിംഗ് സൗകര്യം വരെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോത്തങ്കോട് നിന്ന് വരുമ്പോഴത്തേക്ക് ഇത് എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെസ്റ്റ് എത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ നമ്മുടെ ശാന്തിഗിരിയുടെ തന്നെ നമ്മളെ ഒരു വേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ഗേറ്റ് അല്ലാതെ സെക്കൻഡ് ഗേറ്റ് ഉണ്ട്. അതിൽ പോകുമ്പോഴും പാർക്കിംഗ് ഉണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രി സമയത്താണ് ഫെസ്റ്റിവൽ കാണാൻ കൂടെ മനോഹരം എന്ന് പറയുന്നത്. ടിക്കറ്റ് കൗണ്ടർ ആണ്. ഇത് 100 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ ഒരാൾക്ക് 100 രൂപ. കുട്ടികൾക്ക് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. പക്ഷെ അത് നല്ല പ്രത്യേകിച്ച് കേൾക്കുക, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. നമ്മള് പോകുന്ന വലിയ ആൾക്കാർക്ക് മാത്രം 100 രൂപ ടിക്കറ്റ്. ബ്ലൈൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഇതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു രസം എന്നുള്ള രീതിയിൽ അവർ പോയാലും അവർക്കും ടിക്കറ്റ് ഇല്ല. പിന്നെ ഇത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നമ്മുടെ പോത്തങ്കോട് 22 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ഈ ഫെസ്റ്റ് നടക്കുന്നത് ശാന്തിഗിരിയിൽ ഫെസ്റ്റ് നടക്കുന്നത് വെറും 22 കിലോമീറ്ററേ ഉള്ളൂ. വളരെ അടിപൊളി ഭംഗിയുള്ള ഫെസ്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എല്ലായിടത്തും കാണുന്ന കണക്കല്ല. 100 രൂപ, വെറും 100 രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് ഫുള്ള് കാണാം. പാർക്ക് ഉൾപ്പെടെ, പാർക്ക് അഡീഷണൽ കൊടുക്കണം. പാർക്ക് ഓരോരുത്തർ അതെല്ലായിടത്തും കൊടുക്കണമല്ലോ. അത് മാത്രമാണ് ഇതിൽ ക്യാഷ് എന്നുള്ളതിലുള്ളത്. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അതെ, അതിനൊക്കെ പൈസ കൊടുക്കണം. വേറെ അല്ലാതെ ഇവരാരും പൈസ വാങ്ങിക്കത്തില്ല കേട്ടോ. ഒന്നിനും പൈസ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അത് വേറെ എല്ലായിടത്തും 5 വയസ്സാണ് കേട്ടോ പറയുന്നത്. ഇവിടെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതെ, നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്, ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് പണ്ടത്തെ രീതിയിലുള്ള സ്റ്റാർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നക്ഷത്രവനവും ഗോശാലയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് കേട്ടോ. ഗോശാലയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മനോക്കാണ് നമ്മൾ കണ്ടത്. പിന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നിരിക്കണമെന്നാണ് ശാന്തിഗിരിക്കാരുടെ ആഗ്രഹം. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ഇനിയും വരണം, ഇത് കഴിഞ്ഞാൽ ഇനിയും ഇവിടെ ഉറപ്പായിട്ടും വരണം, എല്ലാ മാസവും വരാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഇതിനകത്ത് കയറി, നമ്മുടെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ ഈ മേളയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്ക് വേറൊരു ഫീലാണ്. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തിരക്ക് നമ്മുടെ ശാന്തിഗിരിക്ക് അകത്ത് കയറിയപ്പോഴത്തേക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതിനകത്ത് അത് വേറൊരു ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലേ. അതെ, ഇവിടെയൊക്കെ കണ്ടോ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും. ചില സൈഡിൽ നമുക്ക് ഒരു സൈഡ് മാത്രമേ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ, കാരണം ആളുകൾ ഇങ്ങനെ പോകുന്നത് കാരണം കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ശരിക്കും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ എന്നൊക്കെ ഒന്ന് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു ഇടം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതെ അതെ അതെ, നല്ല രീതിയിൽ ലൈറ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വെറൈറ്റി രീതിയിൽ വ്യത്യസ്തത പുലർത്താൻ. അതെ, മൃഗങ്ങളെ ഒരുപാട് രൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അതെ, എല്ലാം ഉണ്ട്. എല്ലാം ഒരൊറ്റ കൊടക്കീഴിലെന്ന് പറയുന്ന ഫസ്റ്റ് അല്ലേ. അതെ അതെ, നമ്മളല്ലേ മെഴുക് പ്രതിമയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും മെഴുക് പ്രതിമയ്ക്ക് ഇങ്ങനെ കാണാൻ ഇവിടെ മൃഗങ്ങളൊക്കെ നിൽക്കുന്നു. അതെ, നമ്മളിങ്ങനെ പോകുക. നമ്മളിതിപ്പോ ഫസ്റ്റ് ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ചെടി ഇതെല്ലാം സ്റ്റാർ വനം എല്ലാം കണ്ടു വന്നിട്ട് നേരെ കയറുന്നതാണ് പെറ്റ് ഷോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ പെറ്റ് ഷോ ആണ് ഈ കാണാൻ കയറിയത്. ഇത് കഴിഞ്ഞ് നമ്മളിതെല്ലാം പ്രത്യേകം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോഴ് നേരെ കയറിയ പെറ്റ് ഷോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയാൽ അവർ നേരെ പറയുന്നത് ഒരു വ്യൂ പറയുന്നുണ്ട് പോകാൻ വേണ്ടി. ആ വഴിയെ നേരെ നമ്മൾ പോയി പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അതെ അതെ അതെ, നമ്മൾ ഇതിലേക്ക് കയറി നമ്മൾ നേരെ അടുത്തെത്തി ഈ വിപണന കേന്ദ്രം, വ്യാപാര വിപണന മേള. അതെ, വ്യാപാര വിപണന മേള. ഇതിനകത്താണ് ഈ കാണുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഫ്ലവേഴ്സ് ഞാൻ വളരെ നല്ല പ്ലാസ്റ്റിക്കിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ്. ഒറിജിനൽ. അതെ അതെ അതെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ
ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. നിങ്ങൾ കണ്ടു നോക്കിയാലേ അറിയാവൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് പാർക്ക്, കുട്ടികളുടെ ലോകം. അതെ, എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് 1 2 അല്ല മക്കളെ, ഈ ഏരിയ മൊത്തത്തില് അവരെ ഓരോ ഏരിയ തിരിച്ചാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത്. അത് ഒരു എന്താ പറയുക, അത് കൊള്ളാല്ലേ? അതെ 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 ചെയ്തേക്കുന്ന ആ രീതി നമ്മൾ എങ്ങനെ നടന്ന് വരണം, എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ അവിടെ വലിച്ചു വാരിയിട്ട് അല്ലാത്ത ഓരോ. ഇത് കഴിഞ്ഞതാ വന്ന് കയറിയത് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് നേരെ വന്ന് കയറിയതാണ് മൃഗങ്ങളുടെ ഇടയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ജീവനില്ലാതെ നമ്മൾ ജീവൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചേക്കുന്ന കുറേ മൃഗങ്ങൾ. അത് രൂപങ്ങളാണ്. ഇത് ഫോട്ടോ എടുക്കാൻ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പോകാനുള്ള എല്ലാ വഴിയും കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പോയി അതിൻ്റെ മുമ്പേക്ക്. അങ്ങനെ നമ്മളെ മക്കളെയൊക്കെ നിർത്തി നമ്മൾ ആനയുടെ മുമ്പേക്ക് നിർത്തി നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു. സിംഹത്തിന്റെ മുമ്പേയും അങ്ങനെയൊക്കെ നിർത്തി നമുക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരാള് ജീവനുള്ള ഒരാൾ അങ്ങനെ നടന്നു പോകുന്നില്ലേ. അങ്ങനെ നമ്മളത് കണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ അതെ സവാരിയാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളത് നോക്കിയേ ജിറാഫ്, നമ്മളങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കണ്ടു പോയി കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഷോയും കൂടെ ആണ് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ലൈറ്റ് ഷോയും കൂടെ ആണ്. നമ്മൾ നേരെ ഇതിങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ മാത്രമല്ല പക്ഷികളുണ്ട്. കൊക്ക്, പ്രാവ് ഇങ്ങനെ ഉള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ തവള, കൊക്ക്, പ്രാവ് അത് തന്നെയാണ്. പിന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. മുയലുണ്ടായിരുന്നു, പിന്നെ താറാവുണ്ടായിരുന്നു, പിന്നെ തവള, അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ അവിടെ ഇരുന്നു. നടക്കാനുണ്ട് കേട്ടോ, കാണാൻ വേണ്ടി നടന്നേ പറ്റും. അല്ലാതെ വണ്ടി സൗകര്യം അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. എന്താ തിരക്ക് ദൈവമേ, ഭയങ്കര തിരക്കല്ലേ. അടിപൊളി. അത് കഴിഞ്ഞതാ നേരെ നമ്മൾ നോക്കിയത് കണ്ടോ, ഇത് കൊക്കൊക്കെ ഇങ്ങനെ നടക്കുന്നു. അതിൻ്റെ മേലിലൊക്കെ സിംഹവും പുലിയൊക്കെ നിൽക്കുന്നു, കടുവ, അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കയറി മേലിലൂടെ വരുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മൾ നേരത്തെ പോയ വ്യൂ തന്നെയാണ്. ഏതാണ് ചിൽഡ്രൻസ് പാർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് അവിടെ അടുത്തൊരു ചെറിയൊരു കുഞ്ഞു പാർക്കിൻ്റെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ പർണശാലയുടെ അല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ പോലെ അവരത് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് മക്കളെ നോക്കിയപ്പോൾ മൂവിങ് ആയിട്ടുള്ള മൃഗങ്ങൾ. ഇത് പ്രത്യേകത തന്നെയാണല്ലേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ അത് നോക്കി ഓരോ മൃഗങ്ങൾ ഇങ്ങനെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ കാട്ടുന്നു. അവരുടെ ശബ്ദമുണ്ട്. നമ്മളത് കോർപ്പറേറ്റ് എന്തെങ്കിലും വരുമോ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സംസാരത്തിലൂടെ നമ്മൾ പറയുന്നത്. പിന്നെ ശബ്ദം നമ്മൾ ചെറിയ രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, കങ്കാരു. അവിടെ ലൈറ്റ് കൊള്ളാം അല്ലേ, ഇതൊക്കെ ഇട്ടേക്കുന്നത് ലൈറ്റുകളൊക്കെ കൊള്ളാം, സെറ്റ് ചെയ്യാൻ. ഇത് നമ്മളെ കണ്ട പുലിയാണ് കേട്ടോ. പുലി, സിംഹം. സിംഹത്തിന്റെ ശബ്ദമാണ് നല്ല അടിപൊളിയായിട്ട്. സിംഹം ആനയും തന്നെ അല്ലേ അവിടെ നിന്ന് നമ്മൾ കേട്ട ശബ്ദത്തിൽ കിടിലോട്ടുന്നത് അല്ലേ. ആനയുടെ ശബ്ദമാണ് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. ആനയും സിംഹം ഏറ്റവും കൂടുതൽ കേട്ടത് ആനയാണ്. പക്ഷെ ദൂരെ നിൽക്കുമ്പോൾ വരെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ആനയുടെ ശബ്ദം. അങ്ങനെ ആണല്ലോ, അതുകൊണ്ടാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്ത് ചാടി നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ ലൈറ്റ്, അടിപൊളി ലൈറ്റ് അല്ലേ. എവിടെ എടുക്കുമെന്നാണ് ഇപ്പൊ സംശയം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോക്കിയപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റുഡിയോ, അവര് ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ആ സ്റ്റുഡിയോ കാണാൻ അവർ ക്ഷണിച്ചു. നമ്മളങ്ങനെ കയറി സ്റ്റുഡിയോ കണ്ടു. നമ്മുടെ ആദ്യക്കൂട്ടൻ അവരെ സ്റ്റുഡിയോയ്ക്കകത്ത് അവര് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറ ഓപ്പറേറ്റേഴ്സ് ഇല്ലേ, അവരുടെ ആ ക്യാമറ കണ്ടു. മീനു നോക്കിയിട്ട് നമ്മളെ കണ്ടിട്ട് നമ്മളെ ടാറ്റയൊക്കെ കാണിച്ചായിരുന്നു. മീനു അതിൽ കൂടെ കണ്ടിട്ട് നമ്മുടെ ടാറ്റ കാണിച്ചു. പിന്നെ വാർത്ത വായിക്കാനുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ വായിച്ചില്ല. നമ്മള് പിന്നെ അത് കുറച്ചേരൊക്കെ ഭയങ്കര തന്നെ അകത്തേ നോക്കി ഫുള്ള് തിരക്കായിട്ടോ. അപ്പൊ പിള്ളേർക്ക് എന്തിനൊന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തത് ഫ്ലവർ ഷോ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിങ്ങനെ ഓരോന്നിനായിട്ട് പ്രത്യേകം നിങ്ങൾ കയറേണ്ടി വന്നാൽ എല്ലാത്തിനും 100 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും, വേറെ എവിടെ പോയാലും. ഇവിടെ നിന്ന് ഫ്ലവർ ഷോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇരിക്കാനുള്ള റെസ്റ്റ് ഏരിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു.
അത് ആദുവിനെയൊക്കെ നിർത്തി നമ്മൾ ചാച്ചാജി കുട്ടികളുടെ അതിന്റെ ഒരു പാട്ടുണ്ടാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ അതെ അത് അത് അതൊന്ന് മറന്നു പോട്ടെ കേട്ടോ. നമുക്ക് അടുത്ത് നമ്മളെ കാര്യത്തിലേക്ക് വരാം. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ടു. നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ. പുറത്ത് പോകുന്നതിന് മുമ്പ് വേറെ കേസുണ്ട്. എന്താണ് നമ്മളിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? മറ്റേ പർണശാല. ഓക്കെ. താമര നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Thanks for watching.